സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക
ഈശോയെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ പ്രവാചകന്മാരെക്കാളും വലിയവരായിരിക്കുകയാണ്. ഈ ഒരു സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഓരോ തിരുവഴിയിലും എന്റെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ എനിക്ക് എങ്ങനെ ആ ഈശോയെ ഏറ്റവും വിശുദ്ധമായിട്ട് ഏറ്റവും പരിശുദ്ധമായിട്ട് എന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനും കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത ഒരു നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഗുണങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അമ്മയ്ക്കുണ്ടായിരുന്ന ആ ഒരു വിനയവും ആ ഒരു സ്നേഹവും പരസ്പരം സഹവർത്തിത്വവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ ഈ ഒരു തിരുപ്പിറവി, ഈ ഒരു ആഗമനകാലം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അതിലുപരി വിശുദ്ധ ബലിയിൽ എന്താണ് നടക്കുന്നത്, ഈശോയുടെ കുരിശുമരണവും ഈശോയുടെ പീഡാസഹനവും ഈശോയുടെ ഉദ്ധാനവുമാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ഒരു ദിവ്യബലിയിലൂടെ കൂടി യേശുവിന്റെ അനുഗ്രഹങ്ങളും അതുപടിയായിട്ട് തിരുക്കുടുംബത്തിൽ വിളങ്ങിയിരിക്കുന്ന എല്ലാ കൃപകളും ദാനങ്ങളും നമ്മുടെ കുടുംബത്തിൽ വിളങ്ങട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ